ഈ റോഡ് ഒരിക്കലും ഇങ്ങനെ യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല, ഇങ്ങനെ ടൈലിടാൻ ഇവിടെ കഴിയില്ല എന്നൊരവസ്ഥയിലായിരുന്നു. നമ്മുടെ ഈ റോഡിന് ഒരു ശാപമോക്ഷം കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പദ്ധതി ഇവിടെ എന്തെങ്കിലും ചെയ്തു തരണം. മാതൃകാപരമായിട്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. അത് നമുക്കറിയാം, വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഈ വികസനം എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത കൂടിയാണ്. കവടിയാർ പൈപ്പ് ലൈനിലെ റോഡാണ് നിങ്ങൾ ഈ കാണുന്നത്. 19 വർഷത്തിലേറെയായി ഈ റോഡ് ദയനീയാവസ്ഥയിലാണ്. 50 വർഷത്തിലേറെയായി യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും ചെയ്യാതെ പ്രദേശവാസികൾ ദുരിതത്തിലായിരുന്നു. സ്ഥലം MLA ആയ VK പ്രശാന്തിന്റെ ഇടപെടലിനെ തുടർന്ന് വാട്ടർ അതോറിറ്റിയുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുകയും MLA ഫണ്ടിൽ നിന്നും 4 കോടിയിലേറെ രൂപ ചെലവഴിച്ച നിർമ്മിച്ച റോഡാണ് നമ്മൾ ഈ കാണുന്നത്. കേരളത്തിൽ ആദ്യമായി ഡിഫൈൻ സൈക്കിൾ ട്രാക്കുള്ള ഏക റോഡാണിത്. വിദേശ വികസിത രാജ്യങ്ങളിലെ നൂതന റോഡുകളെ വെല്ലുന്ന രീതിയിലാണ് ഈ റോഡ് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത്. പ്രദേശവാസികളുടെ ചിരകാല അഭിലാഷമാണ് MLA സാക്ഷാത്കരിച്ചിരിക്കുന്നത്. വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പരിപാടികളിൽ ഒന്ന് പൂർത്തിയാവുകയാണ്. കവടിയാർ പൈപ്പ് ലൈൻ റോഡ് കഴിഞ്ഞ 40-ലേറെ വർഷത്തിലധികമായി ഇവിടുത്തെ ആളുകൾ സഞ്ചാരയോഗ്യമാക്കണം എന്ന് നിരന്തരമായി ആവശ്യപ്പെടുകയായിരുന്നു. ഇത് കേരള വാട്ടർ അതോറിറ്റി വിലയ്ക്ക് വാങ്ങിച്ച അവരുടെ സ്വന്തം ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റ് സഞ്ചാര സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് നേരത്തെ വിലക്കുണ്ടായിരുന്നു. അത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് വലിയ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണ് ഈ റോഡിൽ ആവശ്യം വേണ്ടുന്ന ഇന്റർലോക്കിംഗ് പാകുന്നതിന് ആവശ്യമായിട്ടുള്ള അനുവാദം ഗവൺമെന്റ് നൽകിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്റർലോക്ക് പാകിയ റോഡും അതുപോലെ തന്നെ സൈക്കിൾ ട്രാക്ക് അടക്കമുള്ള സൗകര്യങ്ങൾ, ഇവിടെ അനുബന്ധമായിട്ട് ലാൻഡ്സ്കേപ്പിംഗ്, വൃക്ഷത്തൈ നടൽ, കോൺക്രീറ്റിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ കൂട്ടിച്ചേർത്തുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ ആദ്യമായി സൈക്കിൾ ട്രാക്കോട് കൂടിയ പൈപ്പ് ലൈൻ റോഡ് സജ്ജീകരിച്ചിരിക്കുകയാണ്. ഇത് കവടിയാർ ഭാഗത്ത് ഇതിന്റെ സെക്കൻഡ് റീച്ച് അതിന്റെ പണി 7-ാം തീയതി ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ നിലയിൽ തിരുവനന്തപുരത്തെ മാനവീയം വീതിയുടെ മോഡലിൽ ഒരു പൈപ്പ് ലൈൻ റോഡ് ഇവിടെ സജ്ജമാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ നിരവധി വീട്ടുകാരും റെസിഡൻഷ്യൽ ഏരിയയുമാണ്. അതുപോലെ തന്നെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വൈകുന്നേരം വരാനും സമയം ചെലവിടാനും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ഒക്കെയുള്ള ക്രമീകരണം ഇതിൻ്റെ ഭാഗമായി ഒരുക്കുകയാണ്. ഇത് വളരെ ഏറെ പ്രത്യേകതകളുള്ള ഒരു ട്രാക്കായി മാറുകയാണ്. വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഏതാണ്ട് 1800 കോടി രൂപയുടെ വികസന പരിപാടികളാണ് വിവിധ സ്കീമുകളിലൂടെ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനവും പേർക്കട മേൽപ്പാലവും ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായി വരികയാണ്. അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് കവടിയാർ പൈപ്പ് ലൈൻ റോഡ് സൈക്കിൾ ട്രാക്കോടുകൂടി വിവിധ മറ്റ് പ്രവൃത്തികളോടുകൂടി പൂർത്തീകരിക്കുന്നത് എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു വികസന പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു, വാഗ്ദാനം പാലിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം. ഇതിന്റെ സെക്കൻഡ് റീച്ച് ചെയ്യില്ല എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. അതിനും ഇപ്പോൾ 2.5 കോടി രൂപ അനുവദിച്ചുകൊണ്ട് അവിടെയും നമ്മൾ വരുന്ന 7-ാം തീയതി പണി ആരംഭിക്കുകയാണെന്നുള്ള കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള വികസനം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ അഭിമാനം. ഞാൻ കവടിയാർ ശ്രീ ചിത്ര റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റാണ്. ഈ അസോസിയേഷൻ 1989 രൂപീകൃതമായത്. അന്നു മുതൽ ഞങ്ങളുടെ ഇവിടുത്തെ നിവാസികളുടെ ചിരകാല സ്വപ്നമാണ് ഈ പൈപ്പ് ലൈൻ റോഡ് ടാർ ചെയ്ത് നവീകരിക്കണമെന്നും നമ്മുടെ കുട്ടികൾക്ക് മഴക്കാലങ്ങളിൽ ചെളി ചവിട്ടാതെ നടന്നു പോകണമെന്നുള്ളത്. ഞങ്ങൾക്ക് പ്രചോദനം തന്നത് ഇത് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ ടാർ ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുത്തിരുന്നു. എന്നാൽ നിരന്തരം ശ്രീ ചിത്ര റെസിഡൻസ് അസോസിയേഷൻ ബഹുമാനപ്പെട്ട ഭരണാധികാരികളോടും ബന്ധപ്പെട്ടവരും ആവശ്യപ്പെട്ടിട്ടും ഇത് പൈപ്പ് ലൈൻ റോഡാണ്, ഇത് ഇന്റർലോക്കിട്ടോ ടാർ ചെയ്ത് നവീകരിക്കാനുള്ള അനുവാദം തരികയില്ല എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഗവൺമെൻറ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ നിഷേധിച്ചിരുന്നു.
എന്നാൽ നിരന്തരം ഞങ്ങൾ നടത്തിയ, നിരാശരാകാതെ ഞങ്ങൾ നടത്തിയ പ്രവർത്തന ഫലമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട MLA VK പ്രശാന്ത് താല്പര്യമെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളെല്ലാം സഹകരണത്തോടു കൂടി ബഹുമാനപ്പെട്ടവരെ കാണുകയും അവരുടെ പ്രത്യേക പരിഗണന വെച്ചുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും പ്രധാന കേന്ദ്രം, രാജകുടുംബത്തിന് തൊട്ടടുത്തുള്ള മഹാരാജാവിൻ്റെ പേരിലുള്ള ഒരു നഗർ, ആ നഗറിലെ പൈപ്പ് ലൈൻ ഇങ്ങനെ വൃത്തികെട്ട് ആൾക്കാർക്ക് നടക്കാൻ കഴിയാതെ കുട്ടികൾക്ക് ചെളി ചവിട്ടി പോകേണ്ട ഒരു പ്രയാസമുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഇൻ്റർലോക്ക് ഇട്ട് നവീകരിക്കാനുള്ള അനുവാദം തന്നു. അത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA VK പ്രശാന്ത് പ്രത്യേക താല്പര്യപ്പെടുത്തിയതാണ്. ഞങ്ങളുടെ ശ്രീ ചിത്ര റെസിഡൻസ് അസോസിയേഷന് അദ്ദേഹത്തിനടുത്ത് പ്രത്യേക നന്ദിയും അക്കാര്യത്തിലുണ്ട്. അങ്ങനെയാണ് അടിയന്തരമായി ഇതിന് ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഈ പൈപ്പ് ലൈൻ റോഡ് വളരെ മനോഹരമായി ഇപ്പോൾ ഇൻ്റർലോക്ക് ഇട്ട് നവീകരിച്ചിരിക്കുന്നു. ഞാൻ ഈ റോഡിൻ്റെ ഈ അവസ്ഥ ഇപ്പോൾ കാണുമ്പോൾ വളരെ മനോഹരമായ ഒരു അവസ്ഥയാണ് ഉള്ളത്. ഞാൻ ഈ കവടിയാർ സ്കൂളിൽ കുഞ്ഞുനാളിൽ പഠിക്കുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു 10ാം സ്റ്റാൻഡേർഡ് വരെ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ വഴിയിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, കുട്ടികളെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ഈ വഴി എന്ന് പറയുന്നത് കുണ്ടും കുഴിയും ചെളിയും ഒക്കെ ആയിട്ടിരുന്ന ഒരു പൈപ്പ് ലൈൻ റോഡ്. അപ്പോൾ അത് ഇത്രയും മനോഹരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് വർഷങ്ങളുടെ ഒരു കാത്തിരിപ്പാണ്. എത്രയോ ഭരണാധികാരികൾ ഈ നാട്ടിൽ വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ളൊരു സമീപനം എടുക്കുന്നത് VK പ്രശാന്ത് എന്ന് പറയുന്ന ആർജവമുള്ള ഒരു MLA നമ്മുടെ വട്ടിയൂർക്കാവിലേക്ക് വന്നതോടുകൂടിയാണ്. അപ്പോൾ അത് നമുക്ക് വളരെ അഭിമാനമാണ്. ഈ നാടിൻ്റെ ഒരു വസന്തമായി ഇത് മാറിയിരിക്കുകയാണ്. വട്ടിയൂർക്കാവിൻ്റെ തന്നെ വികസനത്തിൽ ഏറ്റവും വലിയ വസന്തം കുറിച്ചുകൊണ്ടാണ് ഈ പൈപ്പ് ലൈൻ റോഡുകളിൽ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ. ഇനിയിപ്പോൾ ഞാൻ അറിയാൻ പോകുന്നത് ഈ തണൽ മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചു, ഇതിൻ്റെ ചുറ്റും വളരെ മനോഹരമാക്കി, ഈ സാധാരണ രാവിലെ ആൾക്കാർക്ക് നടക്കുന്ന രീതിയിലേക്കൊക്കെ ആരോഗ്യം പരിപാലിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള പദ്ധതികൾ ഈ പൈപ്പ് ലൈനിൽ ഇടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ ഈ ഒരു ചാനലുണ്ട്, സവാരി ചാനൽ എന്ന് പറഞ്ഞ ചാനലുണ്ട്. ഈ ചാനലിലൂടെ നമ്മൾ കുറേ വിദേശ രാജ്യങ്ങളിലെ കുറേ റോഡുകളും മറ്റു സംഗതികളൊക്കെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ അതിപ്പോൾ നമ്മളിപ്പോൾ ഈ നമ്മളെ കൊച്ചു കേരളത്തിൽ ഇത്രയും മനോഹരമായ റോഡുകളും ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നത് ഈ പറയുന്ന ഇവർ അധികാരത്തിൽ വരുന്ന അവരുടെ ഒരു ഇച്ഛാശക്തിയാണ്. ആ ഇച്ഛാശക്തിയുടെ ഫലമെന്ന് പറയുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന നമ്മുടെ വട്ടിയൂർക്കാവിലെ MLA ഏതാണ്ട് നാളത്തെ പരിചയം പോലെയാണ് ഈ വട്ടിയൂർക്കാവിലെ ഓരോ മുക്കിലും മൂലയിലും നടത്തുന്ന പ്രവർത്തനങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ആ പ്രവർത്തനങ്ങളെ വളരെ അങ്ങേയറ്റം നമ്മൾ അംഗീകരിക്കണം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്തിക്കൊണ്ട് തന്നെ ഈ നാടിൻ്റെ വികസനത്തെ ഇന്നിപ്പോൾ വലിയൊരു പദ്ധതിയാണ് നമുക്കിവിടെ ഉദ്ഘാടനം ചെയ്യാൻ നാളെ. ഇതൊക്കെ നമ്മൾ ഒരു സ്വപ്നമായി കണ്ട ഒരു സാധനമാണ്. അതെല്ലാം ഇവിടെ വരിക. ഞങ്ങളുടെ കുഞ്ഞുനാളിൽ തന്നെ ഞങ്ങൾ ഇതുവഴിയൊക്കെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു ബുദ്ധിമുട്ട് ഇന്നത്തെ തലമുറയ്ക്കൊന്നും അത് അനുഭവിക്കേണ്ടി വരുന്നില്ല. അത് നമുക്കിപ്പോൾ നയിക്കുന്ന നമ്മുടെ നായകന്മാരായിട്ടുള്ള ജനപ്രതിനിധികളാണ്. അവർ മുൻകൈ എടുത്തുകൊണ്ട് അവരിറങ്ങി നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. ഞാൻ ജസ്റ്റിൻ വില്യം, ഞാനിവിടുത്തെ ഒരു റെസിഡൻ്റാണ്. ഇവിടുത്തെ റെസിഡൻ്റായിട്ട് തന്നെ ഒരു 50 വർഷത്തിൽ കൂടുതലായി. ഈ 50 വർഷമായിട്ട് ഈ റോഡ് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നല്ലവണ്ണം അറിയാം. എന്നെക്കാൾ കൂടുതൽ ഇവിടെ താമസിച്ചിരിക്കുന്നവർക്ക് 10-100 വർഷമായിട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെ കിടക്കുകയാണ് എന്നുള്ളത് അവർക്ക് നന്നായി അറിയാമായിരുന്നു. അതായത് ഈ റോഡിൻ്റെ വളരെ ശോചനീയമായ അവസ്ഥ, ആ അവസ്ഥയിലാണ് MLA ആദ്യമായിട്ട് ഇവിടെ വരികയും അദ്ദേഹം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താമെന്ന് സമ്മതിക്കുകയും ഒക്കെ ചെയ്തിട്ട് അതിനുവേണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ആ സമയത്ത് തന്നെ ഈ റോഡ് ഒരിക്കലും ഇങ്ങനെ യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല, ഇങ്ങനെ ടൈലിടാൻ ഇവിടെ കഴിയില്ല എന്നൊരവസ്ഥയിലായിരുന്നു. ഒന്നാമത് വാട്ടർ അതോറിറ്റി അത് അനുവദിക്കുന്നില്ല, ഒരു പൈപ്പ് ലൈൻ റോഡുകളും ടൈലിട്ടിട്ടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു അനേകം വാദഗതികൾ വന്നു. ആ അവസരത്തിൽ ഇത് സാധിക്കുമോ ഇല്ലയോ എന്ന് ഇവിടുത്തെ നാട്ടുകാർക്ക് തന്നെ വളരെ സംശയമായിരുന്നു. ആ സംശയത്തെ ദൂരീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ ജനപ്രതിനിധിയായ വട്ടിയൂർക്കാവ് MLA ശ്രീ പ്രശാന്ത് ഈ റോഡ് നവീകരിച്ചിരിക്കുന്നത്. ഇത് ഒരു മൈൽ സ്റ്റോണാണ്, ഇതൊരു നാഴികക്കല്ലാണ്. ഇത് ആരെക്കൊണ്ടും കഴിയില്ല എന്ന് വിചാരിച്ചിരുന്നത് സാധ്യമാക്കിയ ശ്രീ പ്രശാന്ത് MLAക്ക് അനേകായിരം നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നുള്ളതാണ് ഇവിടുത്തെ എല്ലാ താമസക്കാരുടെയും അഭിപ്രായം. എത്രയും നാളുകളായി ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു ഈ വഴി. എത്ര ശ്രമിച്ചിട്ടും ഇതൊന്നും ഇതുവരെ ആരെക്കൊണ്ടും ചെയ്യാൻ സാധിച്ചിട്ടില്ല.
മുൻകാലങ്ങളിലുള്ള MLA-മാരും ഒക്കെ വന്നിട്ട് പോലും ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ജനങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് അവസാനം പറഞ്ഞ് ഈ നമ്മളെ MLA പ്രശാന്ത് MLA അല്ലാതെ ഇതാര് വിചാരിച്ചിട്ട് നടന്നില്ല. അദ്ദേഹം വളരെ നല്ലൊരു കാര്യമാണ് ഇവിടെ ചെയ്തത്. ഇപ്പോൾ ഈ വാഹന പാർക്കിങ്ങും മറ്റൊരു ഒരു തടസ്സം വന്നിട്ടുണ്ടെന്നല്ലാതെ അതിനും ഒരു പോംവഴി കണ്ടെത്തണം. കുറേ പിള്ളേരും ഒക്കെ അപ്പുറത്ത് വന്നിരിപ്പുണ്ട്. അപ്പോൾ അതിനൊരു പോംവഴി നമ്മൾ കണ്ടെത്തേണ്ടത് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ഒറ്റ കഴിവ് കൊണ്ടാണ് ഇത് നമ്മളിപ്പോൾ ഈ വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് കിടന്ന ഈ സ്ഥലം വളരെ ഭംഗിയായി എടുക്കാൻ സാധിച്ചത്. ഇവിടുത്തെ MLA-യുടെ സമഫലമായിട്ട് നല്ലൊരു ടൈൽസ് ഇട്ട് പാകിയ നല്ലൊരു റോഡ് വന്നു. അത് ഈ MLA-യുടെ കഴിവുകൊണ്ട് മാത്രമാണ്. വർഷങ്ങളായി നടക്കാത്ത കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെയേറെ നന്ദി പറയുന്നു. വളരെ വർഷങ്ങളായിട്ട് ഇങ്ങനെ റോഡ് നിർമ്മാണം ഇല്ലാതെ വളരെ ചെളിയും കുണ്ടും കുഴിയുമായിട്ട് കിടന്ന് ഈ റോഡ് നവീകരിച്ച് തരുന്നതിന് വേണ്ടിയിട്ട്, ഇൻ്റർലോക്കിട്ട് നവീകരിച്ച് തരുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട MLA കഴിഞ്ഞ ഫണ്ട് വകയിരുത്തുകയും അതിന് പ്രകാരമായി PWDയുടെ ഭാഗത്തു നിന്ന് വാട്ടർ അതോറിറ്റിയുടെ സ്ഥലം പെർമിഷൻ മേടിച്ചുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ട് വന്ന സമയത്ത് പോലും MLA സപ്പോർട്ട് ചെയ്യുകയും നമുക്ക് വേണ്ടി വളരെയധികം പ്രയത്നം എടുത്ത് ഈ റോഡ് നന്നാക്കി തരുന്നതിന് വേണ്ടി സജീവമായി മുൻകൈയെടുത്ത് MLA പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി. 350 മീറ്റർ നീളം വരുന്ന ഈ റോഡ് നവീകരിച്ച് തരുന്നതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിൽ ആദ്യമായി ഡിഫൈൻഡ് സൈക്കിൾ ട്രാക്കുള്ള ഏക റോഡാണ് ഇത്. വിദേശ വികസിത രാജ്യങ്ങളിലെ നൂതന റോഡുകളുടെ വെല്ലുന്ന രീതിയിൽ ആണ് ഈ റോഡ് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത്. MLA ഫണ്ടിൽ നിന്നും 4 കോടിയോളം രൂപ മുടക്കി പ്രദേശവാസികളുടെ ചിരകാല അഭിലാഷമാണ് MLA സാക്ഷാത്കരിക്കുന്നത്. ബേം കോൺക്രീറ്റ്, ലാൻഡ്സ്കേപ്പിംഗ്, മരം നടൽ, പാർക്കിംഗ് ക്രമീകരണം, സൈക്കിൾ ട്രാക്ക്, പൂന്തോട്ടം, കുട്ടികൾക്കായുള്ള പാർക്കിംഗ്, ഓപ്പൺ ജിം എന്നിവയും ക്രമീകരിക്കുമെന്നും MLA പറഞ്ഞു. സാക് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.